വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ. ഒരു മനസമാധാനമായിട്ടുള്ള ഒരു ദിവസം ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ കുനിഷ്ടം നമ്മൾ ഒപ്പിച്ചോണ്ടിരിക്കും. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞ ഇന്നലെ ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ വീടിന്റെ സെറ്റപ്പിന്റെയും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പുതിയ വർക്ക് സ്റ്റേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തു. നല്ല പുറകില് നല്ല എന്താ പറയണേ, ഒരു ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് പുതിയ വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഇന്റർനാഷണൽ ബ്രേക്ക് ആയി, സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് അത് വേറെ ലെവലാണ്. ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് പറഞ്ഞു വേണ്ട, നമുക്ക് പുതിയൊരു സംഭവം ഉണ്ടാക്കാം. എങ്ങുമില്ലാത്ത നമ്മൾ കേൾക്കുന്ന ദ സിവിൽ വാർ ബിറ്റ്വീൻ ചെൽസി ഓണേഴ്സ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്ഷൻ ഉണ്ട്, ദ ക്ലിയർ ലേക്ക് ക്യാപിറ്റൽ. പറയപ്പെടുന്നത് ക്ലിയർ ലേക്ക് ക്യാപിറ്റൽ അറൗണ്ട് 62 to 63% സ്റ്റേക്ക് ആണ് ചെൽസി ഫുട്ബോൾ ക്ലബിലേക്ക് ഉള്ളത്. പിന്നെ അപ്പുറത്തുള്ള ഫാക്ഷൻ എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻവെസ്റ്റേഴ്സും. ആ കൂട്ടത്തിലുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് നമ്മുടെ ടോഡ് ബോളി. അപ്പൊ ടോഡ് ബോളി ആണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ചെൽസിയുടെ ഫേസ് ആയിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ടോളം, ഒരു വർഷം 6 മാസം മുതൽ, ഒരു വർഷം മുതൽ ടോഡ് ബോളി അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പല പ്രസന്റേഷൻസിലോ അങ്ങനെയൊന്നും കാണാനില്ല. കൂടുതലും ബാഗ്ദാദ് ഇക്ബാലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ കാണാൻ ഇടയുണ്ടായിട്ടുള്ളത്. അപ്പൊ സംഭവം എന്ന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്ദാദ് ഇക്ബാലിയുടെ ടീമായ ക്ലിയർ ലേക്ക് ക്യാപിറ്റലും ടോഡ് ബോളിയുടെ ടീമായിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റേഴ്സും കൂടെ ചേർന്നിട്ട് വാക്ക് തർക്കം എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മുഴുവൻ കൺട്രോൾ വേണം ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ. രണ്ട് ഭാഗക്കാരും പറയുന്നത് ബോത്ത് ഓഫ് us want a full control over ചെൽസി ഫുട്ബോൾ ക്ലബ്. രണ്ടു തരത്തിൽ നമുക്ക് നോക്കാം. ഒരു കണക്കിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടുപേരും എസ്കേപ്പ് ചെയ്യാനല്ല നോക്കുന്നത്. രണ്ടുപേർക്കും ചെൽസി ഫുട്ബോൾ ക്ലബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. രണ്ടുപേർക്കും ചെൽസിയുടെ ഭാവിയിലേക്ക് കുറിച്ചിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ആൻഡ് രണ്ടുപേർക്കും വളരെ വ്യക്തമാണ് that this club can take things forward. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത്. ഒരു നന്മയ്ക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫൈറ്റ് നന്മയ്ക്കാണെങ്കിലും അത് വകതിരിഞ്ഞ് വേറെ വഴിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പൊ ക്ലിയർ ലേക്ക് ക്യാപിറ്റൽ പറയുന്നു ബോളിയുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും നിങ്ങളുടെ സ്റ്റേക്ക് മേടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളത് അവർ പറഞ്ഞു. അപ്പൊ ടോഡ് ബോളിയിൽ ആദ്യം പറഞ്ഞവർക്ക് ടോഡ് ബോളി തന്റെ ഷെയർസ് വിൽക്കാൻ താല്പര്യം കാണിക്കുകയാണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ പറയുന്നു, ടോഡ് ബോളി വന്നിട്ട് പറഞ്ഞു വേണ്ട, ഞാനും എന്റെ കൂട്ടസംഘമുള്ള ഇൻവെസ്റ്റേഴ്സും വേണമെങ്കിൽ നിങ്ങളുടെ ഷെയർ ഞാൻ മേടിക്കാം എന്നുള്ള രീതി. അതായത് മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ക്ലിയർ ലേക്ക് ക്യാപിറ്റൽ. അപ്പൊ അവരുടെ ഷെയർ മേടിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുമായിട്ടാണ് ബോലി അണ്ണൻ നിൽക്കുന്നത്. ആൻഡ് ദ തിങ് ഇസ്, ബോലി അണ്ണന്റെയും ഈ പറയുന്ന പോലെ ബാഗ്ദാദ് ഇക്ബാലിയുടെയും രണ്ടുപേരുടെയും തമ്മിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷറിൽ എത്തിയിരിക്കുകയാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫഷണൽ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറെ കാര്യങ്ങൾ കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഫെയർ എനഫ്. കാരണം നമ്മള് ചെൽസി ടേക്ക് ഓവർ ചെയ്തപ്പോൾ തന്നെ തോമസ് ടൂക്കലിനെ സാക്ക് ചെയ്തു. ഗ്രാഹാം പോട്ടറിനെ കൊണ്ടുവന്നു ഒരു 5 വർഷത്തെ കോൺട്രാക്ടിന് വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രാഹാം പോട്ടറിനെ സാക്ക് ചെയ്തു. പിന്നെ കൊണ്ടുവന്നു നമ്മുടെ ഫ്രാങ്ക് ലാംപാർഡ് കുറച്ച് കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ നമ്മുടെ മരിച്ചോ പോച്ചിറ്റീനിന്റെ സൈനിങ്, അതൊരു കൊല്ലം കഴിഞ്ഞ് സാക്കായി. തുടക്കത്തെ കുറെ സൈനിങ്, ഇപ്പോഴത്തെ കുറെ സൈനിങ് ആണ്. മൊത്തത്തിലൊരു സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മാറ്റം കണ്ടറിയാം. ഇപ്പൊ നമ്മൾ ബോലി വന്ന ഉടനെ തന്നെയാണ് നമ്മൾ പോയി സൈൻ ചെയ്തത് നമ്മുടെ എൻസോ ഫെർണാണ്ടസിനെയും ലുക്കാക്കുവിനെയും സ്റ്റേർലിങ്ങിനെയും. ആ ഒരു സൈനിങ്സ് ഒക്കെ വന്നിട്ട് ബോലി വന്നതിന് ശേഷമായിരുന്നു തുടക്കം മുതലുള്ള ഒരു ഇതിനുശേഷം. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്കറിയാം ഭയങ്കര സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് ഡേറ്റ ബാക്ഡ് ആയിട്ടുള്ള സൈനിങ് ആണ്. ഈവൻ ദോ നമുക്കിപ്പോ ഒരു 25 വിങ്ങേഴ്സ് ഉണ്ടെങ്കിലും പോരാത്തതിന് 2 വിങ്ങേഴ്സിനെ നമ്മൾ അടുത്ത വർഷത്തേക്ക് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും കുറെ സ്റ്റാറ്റിസ്റ്റിക്കലി ബാക്ഡ് സൈനിങ്സ് ആണ് കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഈ രണ്ട് അപ്രോച്ചുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ വളരെ വ്യക്തമാണ്. ആൻഡ് വി ആർ കൺഫ്യൂസ്ഡ് അല്ലെ ആസ് ചെൽസി ഫാൻസ്. എന്താണ് ഉദ്ദേശിച്ചാണെങ്കിൽ നമ്മൾ കോണർ ഗാലഹറിനെ നമ്മൾ ക്ലബിൽ നിന്ന് പറഞ്ഞു വിട്ടു, സ്റ്റേർലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കി അവസാനം സ്റ്റേർലിംഗ്. സോ വാസ് വെരി ക്ലിയർ. അതായത് ഓണർഷിപ്പ് ടേക്ക് ഓവറും ഓണർഷിപ്പ് ഇപ്പൊ നോക്കുന്നതും തമ്മിൽ. ആൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് ഇനി ഒരു സമ്മർ വിൻഡോ വേണം ശരിക്കും നമ്മുടെ ടീമിനെ ഒന്ന് കട്ട് ഡൗൺ ചെയ്യാൻ. ഇപ്പോഴും കാർണെ ചുക്കോമൊക്കെ ഉണ്ട്, സെസറ കാസഡ ഉണ്ട്, ബെൻ ചിൽവെൽ എങ്ങോട്ടും പോയിട്ടുമില്ല. അപ്പൊ ബോർഡിന്റെ തന്നെ അല്ലെങ്കിൽ ഓണർഷിപ്പിൽ തന്നെ നമുക്കൊരു ചേഞ്ച് ഓഫ് സ്ട്രാറ്റജി നമുക്ക് കാണാൻ ഇടയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ തന്നെ ആലോചിക്കണം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ നൗ ഇറ്റ്സ് വെരി ക്ലിയർ. രണ്ട് ഓണേഴ്സ്, രണ്ട് വിഭാഗക്കാര് രണ്ട് രീതിയിലാണ് ചെൽസി ഫുട്ബോൾ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടി വെച്ച് പറയുന്നത്. ഐ ഡോണ്ട് നോ ഹൂ ഇസ് റൈറ്റ്, ഹൂ ഇസ് റോങ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആരാണ് ശരി ആരാണ് തെറ്റ്, എവിടെയാണ് കറക്റ്റ് മെത്തഡോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ലുക്ക് അറ്റ് ടോഡ് ബോളി സൈനിങ് അല്ലെങ്കിൽ ലുക്ക് അറ്റ് എക്ബാലി സൈനിങ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ സൈനിങ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നടത്തുന്നത് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് വന്നതിന് ശേഷമാണ് നമ്മൾ ഡേറ്റ ബാക്ക് സൈനിങ് നടത്തിയത്. അതിന് മുമ്പൊക്കെ നമ്മൾ ഇന്ന പ്ലെയറിനെ വേണം, ഒബാമയാങ്, സ്റ്റേർലിംഗ്, ലുക്കാക്കു, നമുക്ക് ആരെയാന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവരാന്നുള്ള രീതിയിലാണ്. പക്ഷെ കഴിഞ്ഞൊരു 1 വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷമായിട്ട്, 1 വർഷമായിട്ട് പ്രത്യേകിച്ച്
ഡേറ്റ ബാക്ട് അല്ലെങ്കിൽ സയന്റിഫിക്കലി നമുക്ക് എന്താണോ ഏത് പ്ലേയേഴ്സിനെയാണോ ടീമിലേക്ക് വരേണ്ടത് ആ ഒരു പ്ലേയേഴ്സിനെയാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ സ്ട്രക്ചർ നമുക്കൊരു സിഇഒ ഉണ്ട്, നമുക്ക് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്, വി ഹാവ് എൻറ്റയർ ന്യൂ മെഡിക്കൽ സ്റ്റാഫ്, സോ വി ഹാവ് എൻ എൻറ്റയർ ന്യൂ ടീം. നമ്മുടെ ടീം വളരെ സെറ്റ് ആണ്. സോ എവറിത്തിങ് ഇസ് വെരി ക്ലിയർലി ലേഡ് ഔട്ട്. ചെൽസി ഫുട്ബോൾ ക്ലബ് എന്ന രീതിയിൽ നമ്മളിപ്പോൾ ക്ലിയർലി ലേഡ് ഔട്ട് ആണ് എന്താണ് നമ്മുടെ ടീം ചെയ്യേണ്ടതെന്നുള്ളത്. ബട്ട് ദ ബിഗ് ക്വസ്റ്റ്യൻ ഇസ് ഏത് ഓണർഷിപ്പ് ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകണേ എന്നുള്ളത്. ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ക്ലിയർലി ക്യാപിറ്റൽ, അതായത് ബാഗ്ദാദ് ഇക്ബാലിയുടെ ഗ്രൂപ്പിന് ക്ലിയർ അഡ്വാൻറ്റേജ് ആണ്. ഒന്നാമത്തെ കാര്യം അവർ മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡർ ആണ്. അപ്പോൾ മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. വീറ്റോ പവറും വോട്ടിംഗ് പവറും അവരായിരിക്കും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബോർഡ് മീറ്റിംഗിൽ വോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇക്ബാലി കക്ഷം ആയിരിക്കും കൂടുതൽ വിജയിക്കേണ്ടാവും. അപ്പൊ ടോഡ് ബോലിക്ക് ചിലപ്പോൾ ഇതൊരു താനായിരുന്നല്ലോ ക്ലബിന്റെ ഫേസ്, ഇപ്പൊ താൻ പുറകിൽ വന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടാവാം. അപ്പോഴായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഞങ്ങൾ വേണമെങ്കിൽ ക്ലിയർലി ക്യാപിറ്റലിന്റെ സ്ഥാനം മേടിച്ചോളാം എന്നുള്ളത്. സോ ദിസ് ഈസ് എ ബിറ്റ് ഓഫ് സിവിൽ വാർ. ഇതിന് ഇപ്പൊ തക്കതായ ഒരു സൊല്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല. വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ അഡ്വാൻറ്റേജ് എങ്ങനെ നോക്കിയാലും ഇസ് ക്ലിയർലി ക്യാപിറ്റൽ. ചെൽസി ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചും നമ്മുടെ ടീമിനെ നമ്മുടെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചും ഇപ്പോ ആ ഒരു വലിയ ഫാക്ടർ അല്ല. കാരണം ടീം ഇസ് സെറ്റ്, പ്ലേയേഴ്സ് ആർ സെറ്റ്, കോച്ച് ഇസ് സെറ്റ്, ദ സപ്പോർട്ട് സ്റ്റാഫ് ഇസ് സെറ്റ്. എല്ലാവരും വളരെ വളരെ ഫോക്കസ്ഡ് ആണ് ഈ ഒരു സീസണിൽ. പക്ഷേ ദിസ് ഇസ് ചെൽസി ആൻഡ് ഇറ്റ്സ് എ ചെൽസി തിങ്. ഒന്നും നേരെ ചൊവ്വേ നമ്മൾ കൊണ്ടു നടത്തില്ല. കൂടുതൽ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിലേക്ക് വരാം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഓൺ ദ സിവിൽ വാർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ്കെ ഫ്രം ചെൽസിക്കാരൻ.